ഇപ്പോ മീഡിയ തന്നെ ആ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ പതിപ്പിച്ച് വിവിധങ്ങളായിട്ടുള്ള വാർത്തകൾ മീഡിയ തന്നെ ചെയ്തു വരികയാണ്. നഗരസഭയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉയർത്തിയ പ്രശ്നങ്ങൾ ഇന്ന് പൊതുസമൂഹം ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ പൊതുസമൂഹം ഏറ്റെടുത്ത സാഹചര്യത്തിലാണ് മീഡിയയും ഈ പറയുന്നതെല്ലാം ശരിയാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ മാലിന്യ പ്രശ്നമാണെങ്കിലും തെരുവുനായയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിലും അതുപോലെ തന്നെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിലും മഴക്കാലത്ത് വന്നിട്ടുള്ള വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മീഡിയ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലം തിരുവനന്തപുരം നഗരസഭയാണ്. അപ്പോ മാലിന്യവും ചപ്പുചവറും കൂടിക്കിടന്ന് വല്ലാത്ത നിലയിൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വിവിധ ചാനലുകൾ, ഇപ്പോൾ ഏഷ്യാനെറ്റ്, അതുപോലെ തന്നെ മറ്റ് ചാനലുകൾ, വാർത്താ മാധ്യമങ്ങൾ എല്ലാം, വിവിധ മാധ്യമങ്ങളെല്ലാം, എല്ലാത്തിന്റെയും പേര് പറയുന്നില്ല, എല്ലാവരും അവരവർ കഴിയുന്ന കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇന്നലെ വി രാജേഷ് മാധ്യമങ്ങളെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്കിപ്പോൾ അവിടെ വന്നാൽ ഈ മാലിന്യം കാണിച്ചു തരാൻ പറ്റുമോ എന്ന ഒരു വെല്ലുവിളിയാണ് നടത്തിയത്. കാരണം ഈ വാർത്ത വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ മാലിന്യം ആ പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്ത് മറ്റൊരു പ്രദേശത്ത് കൊണ്ടുപോയി മാലിന്യം നിക്ഷേപിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പൊ മാറാത്തത് മാറും എന്ന് പറഞ്ഞതിന്റെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടു തുടങ്ങി. അതുപോലെ തന്നെ കാപ്പ കേസിലെ പ്രതിയുമായി ബന്ധപ്പെട്ട സമരം നിരന്തരമായി ഞങ്ങൾ റിലേ സത്യാഗ്രഹം നടത്തി വരികയാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചും ഒക്കെയുള്ള ജനകീയമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരരംഗത്തും പ്രക്ഷോഭരംഗത്തുമാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ആ സന്ദർഭത്തിലാണ് തിരുവനന്തപുരത്തെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വിഭാഗീയത നിലനിൽക്കുന്നു എന്ന നിലയിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത്. യഥാർത്ഥത്തിൽ അതിനെന്തെങ്കിലും വസ്തുതയുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച ഒരു അന്വേഷണവും അക്കാര്യത്തിൽ നടത്തുന്നില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന രണ്ടു നേതാക്കന്മാർ ദീർഘകാലം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സഖാവ് കടകംപള്ളി, സഖാവ് വി ശിവൻകുട്ടിയും ഈ ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഏറെക്കാലമായി നടത്തുന്ന സഖാവാണ്. പിന്നെ ഡി കെ മുരളി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ ആ സഖാവിന്റെയും പ്രവർത്തനങ്ങൾ. അപ്പൊ പൊതുവെ എല്ലാവരും കൂടി യോജിച്ചുള്ള പ്രവർത്തനമാണ് ഈ സമരമുഖങ്ങളിലെല്ലാം ഞങ്ങൾ എടുത്തു വരുന്നത്. പക്ഷെ അതിനെ ഒന്ന് വേറിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് ഒരു മോശപ്പെട്ട പാർട്ടി ലീഡർഷിപ്പിന് ഒരു മോശപ്പെട്ട ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോ ഞങ്ങൾ ഈ എല്ലാവരും കൂടി പങ്കെടുത്ത് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിക്കുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനം ചില പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വിഴിഞ്ഞത്ത് ഒരു പ്രതിഷേധ സമരവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പൊ വിഴിഞ്ഞത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാം ദിവസേന വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അദാനിക്കുണ്ടായിരുന്ന ഷെയറിൽ നിന്ന് 49% ഷെയർ MSC കമ്പനിക്ക് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയും കാര്യങ്ങളും നടക്കുകയാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയാകട്ടെ അതിനനുകൂലമായ നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഈ വിഴിഞ്ഞം വരുന്ന പ്രദേശത്തെ ഏരിയ കമ്മിറ്റി കോവളം ഏരിയ കമ്മിറ്റിയാണ്. ആ കോവളം ഏരിയ കമ്മിറ്റി അവിടെ ഒരു പ്രാദേശികമായ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ആ പ്രതിഷേധ പരിപാടിയിൽ ശിവൻകുട്ടി സാഹിബിനെ പോലൊരാളെ പങ്കെടുപ്പിച്ചില്ല, അത് വിഭാഗീയതയാണ് എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത്. യഥാർത്ഥത്തില് ഒരു പ്രാദേശികമായിട്ട് വരുന്നൊരു യോഗങ്ങളിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട നേതാവും പിന്നെ ആ പ്രദേശത്തെ ചുമതലക്കാരായിട്ടുള്ള നേതാക്കന്മാരെയും പങ്കെടുപ്പിച്ചാണ് നടത്തുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ആകെ പങ്കെടുക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന, ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകുന്ന പരിപാടികളിൽ നിങ്ങൾക്കറിയാം, പുത്തരിക്കണ്ടം മൈതാനത്തോ മറ്റോ എല്ലാം നടത്തുന്ന പരിപാടികളിൽ എല്ലാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും കൃത്യമായിട്ട് പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആ പരിപാടികൾ നടത്തുന്നത്. അപ്പൊ അതിനെല്ലാം ചില നേതാക്കന്മാരെ അടർത്തി മാറ്റി അവര് പ്രത്യേകമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് ചില മാധ്യമങ്ങൾ നടത്തി വരുന്നത്. യഥാർത്ഥത്തിൽ എന്തെങ്കിലും വസ്തുത അതിനകത്തുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച
ഒരു പരിശോധനയും നിങ്ങൾ നടത്തുന്നില്ല. എന്നാൽ ഞങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിലായി പിന്നെ പ്രതിപക്ഷത്തായതിനു ശേഷം ഞങ്ങളും ഞങ്ങളുടെ വർഗ ബഹുജന സംഘടനകളും എല്ലാം നടത്തുന്ന നിരവധിയായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭ പരിപാടികളുമുണ്ട്. അപ്പൊ അതിനെല്ലാം ഒന്ന് പുറകോട്ടടിപ്പിക്കാൻ പറ്റുമോ എന്ന ഒരു ശ്രമം കൂടി ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥന, ഒരു ശരിയായിട്ടുള്ള വസ്തുതകൾ മനസ്സിലാക്കാൻ മാധ്യമ സുഹൃത്തുക്കൾക്ക് കഴിയണം. ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് ഒരു പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടുന്ന ഒരു ശ്രമം ബോധപൂർവം എവിടെന്നെങ്കിലും നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയില്ല. പക്ഷേ എങ്കിലും അത് ദയവായി അത് ഇല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെ കൂടെ കൊടുക്കരുത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള ഒരു കാര്യം.